ആകാശവാണി. നമസ്കാരം. പ്രാദേശിക വാർത്തകൾ വായിക്കുന്നത് തുളസിദാസ് പരമേശ്വരൻ. പ്രധാന വാർത്തകൾ. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് ഇനി 4 ദിനങ്ങൾ. ബിജെപി പ്രകടന പത്രിക പുറത്തിറക്കി. കോൺഗ്രസ് നേതാക്കൾ സജീവ പ്രചാരണത്തിൽ. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ദേശീയ നേതാക്കൾ എത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് കേരളത്തിലെത്തും. രാഹുൽ ഗാന്ധി നാളെ വയനാട്ടിൽ. മുഖ്യമന്ത്രിയുടെ പ്രചാരണം നാളെ തൃശൂരിൽ. സംസ്ഥാനത്തെ അസന്നിഹിത വോട്ടർമാർക്കായുള്ള വീട്ടിൽ വോട്ട് നാളെ മുതൽ. 85 വയസ്സ് പിന്നിട്ടവർക്കും ഭിന്നശേഷിക്കാർക്കും വീട്ടിൽ നിന്നും വോട്ട് ചെയ്യാം. സമൃദ്ധിയുടെ വിഷുക്കണി കണ്ട് മലയാളികൾ. ക്ഷേത്രങ്ങളിൽ വിഷുക്കണി ദർശനത്തിന് ഭക്തജന തിരക്ക്. ഭരണഘടനാ ശില്പി ഡോക്ടർ ബി.ആർ. അംബേദ്കറിന്റെ 134ാം ജന്മവാർഷിക ദിനം ആചരിച്ച് രാജ്യം. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നൌ സൂപ്പർ ജയൻസുമായും മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സുമായും ഏറ്റുമുട്ടും. വാർത്തകൾ വിശദമായി. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ ഒന്നാം ഘട്ട വോട്ടെടുപ്പിന് 4 ദിവസം മാത്രം ശേഷിക്കെ രാജ്യത്ത് പ്രചാരണം ഉച്ചസ്ഥായിയിൽ. 102 മണ്ഡലങ്ങളാണ് ഈ മാസം 19-ന് ഒന്നാം ഘട്ടത്തിൽ പോളിംഗ് ബൂത്തുകളിലേക്ക് എത്തുന്നത്. പ്രമുഖ രാഷ്ട്രീയ പാർട്ടികളുടെ ദേശീയ നേതാക്കൾ ഉൾപ്പെടെയുള്ളവർ പ്രചാരണ രംഗത്ത് സജീവമാണ്. NDA തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് മധ്യപ്രദേശിലും കർണാടകയിലും എത്തും. ഉച്ചകഴിഞ്ഞ് മൈസൂരിൽ പൊതുറാലിയെ അഭിസംബോധന ചെയ്യുന്ന അദ്ദേഹം വൈകിട്ട് മംഗലാപുരത്ത് നടക്കുന്ന റോഡ് ഷോയിലും പങ്കെടുക്കും. കോൺഗ്രസ് നേതാക്കളും പ്രചാരണത്തിൽ സജീവമാണ്. അതിനിടെ ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള 16 സ്ഥാനാർത്ഥികളുടെ പട്ടിക കൂടി കോൺഗ്രസ് ഇന്നലെ പുറത്തിറക്കി. കോൺഗ്രസ് MP മനീഷ് തിവാരി ചണ്ഡിഗഡ് ലോക്സഭാ സീറ്റിൽ മത്സരിക്കും. ഹിമാചൽ പ്രദേശ് മന്ത്രി വിക്രമാദിത്യ സിംഗ് മണ്ഡി സീറ്റിലും മുൻ കേന്ദ്രമന്ത്രി ശ്രീകാന്ത് ജന ഒഡീഷയിലെ ബാലസോറിലും മത്സരിക്കും. ലോക്സഭാ തെരഞ്ഞെടുപ്പിനുള്ള പ്രകടന പത്രിക പുറത്തിറക്കി ബിജെപി. പ്രധാനമന്ത്രി നരേന്ദ്രമോദി, കേന്ദ്രമന്ത്രിമാരായ അമിത്ഷാ, രാജ്നാഥ് സിംഗ്, BJP ദേശീയ അധ്യക്ഷൻ JP നദ്ദ എന്നിവർ ചേർന്ന് ഡൽഹിയിലെ BJP ആസ്ഥാനത്ത് വെച്ചാണ് പത്രിക പുറത്തിറക്കിയത്. 14 വിഭാഗങ്ങളിലായാണ് പ്രകടന പത്രിക. ദരിദ്രർ, യുവാക്കൾ, കർഷകർ, സ്ത്രീകൾ എന്നിവരെ ലക്ഷ്യം വെച്ചുള്ള നിരവധി വാഗ്ദാനങ്ങൾ പത്രികയിലുണ്ട്. ഏക സിവിൽ കോഡ് നടപ്പാക്കുമെന്നും പ്രകടന പത്രിക വാഗ്ദാനം ചെയ്യുന്നു. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണം ഊർജ്ജിതം. കൂടുതൽ ദേശീയ നേതാക്കൾ സജീവമാകുന്നതോടെ ഈ മാസം 26-ന് വോട്ടെടുപ്പ് നടക്കുന്ന സംസ്ഥാനത്ത് തെരഞ്ഞെടുപ്പ് ചൂട് വേനൽ ചൂടിനെ വെല്ലും. വിശദാംശങ്ങളിലേക്ക്. NDA പ്രചാരണത്തിനായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് കേരളത്തിലെത്തും. ആലത്തൂർ, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ തെരഞ്ഞെടുപ്പ് പ്രചാരണങ്ങളിൽ പങ്കെടുക്കാനാണ് പ്രധാനമന്ത്രി സംസ്ഥാനത്തെത്തുന്നത്. ഇന്ന് രാത്രി 8:30 കൊച്ചിയിലെത്തുന്ന അദ്ദേഹം രാത്രി സർക്കാർ ഗസ്റ്റ് ഹൌസിൽ വിശ്രമിക്കും. നാളെ രാവിലെ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ കുന്നംകുളം ചെറുവട്ടാനിയിൽ നടക്കുന്ന തെരഞ്ഞെടുപ്പ് റാലിയെ പ്രധാനമന്ത്രി അഭിസംബോധന ചെയ്യും. തുടർന്ന് തിരുവനന്തപുരം ജില്ലയിൽ ആറ്റിങ്ങൽ ലോക്സഭാ മണ്ഡലത്തിലെ കാട്ടാക്കടയിൽ നടക്കുന്ന പൊതുയോഗത്തിലും പങ്കെടുക്കും. കേന്ദ്രമന്ത്രി രാജ്നാഥ് സിംഗ് NDA പ്രചാരണത്തിനായി വ്യാഴാഴ്ച സംസ്ഥാനത്തെത്തും. വയനാട് ലോക്സഭാ മണ്ഡലം UDF സ്ഥാനാർത്ഥി രാഹുൽ ഗാന്ധി നാളെയും മറ്റന്നാളും മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പ് പ്രചാരണം നടത്തും. രാഹുൽ ഗാന്ധിക്കായി കോൺഗ്രസ് പ്രസിഡന്റ് മല്ലികാർജ്ജുൻ ഖാർഗെ ഈ മാസം 20-നും ജനറൽ സെക്രട്ടറി പ്രിയങ്ക ഗാന്ധി 22-നും കേരളത്തിലെത്തും. മുഖ്യമന്ത്രി പിണറായി വിജയൻ നാളെ ഇരിങ്ങാലക്കുട, തൃശൂർ, ഗുരുവായൂർ എന്നിവിടങ്ങളിൽ LDF പ്രചാരണത്തിനെത്തും. മറ്റന്നാൾ ആലത്തൂർ ലോക്സഭാ മണ്ഡലത്തിലെ വടക്കാഞ്ചേരി, നെന്മാറ എന്നിവിടങ്ങളിലെ തെരഞ്ഞെടുപ്പ് യോഗങ്ങളിലും അദ്ദേഹം പങ്കെടുക്കും. CPIM ജനറൽ സെക്രട്ടറി സീതാറാം യെച്ചൂരി മറ്റന്നാൾ കാസർഗോഡ്, കണ്ണൂർ മണ്ഡലങ്ങളിൽ പ്രചാരണത്തിന് എത്തും. പോളിറ്റ് ബ്യൂറോ അംഗം പ്രകാശ് കാരാട്ട്, CPI ജനറൽ സെക്രട്ടറി D രാജ എന്നിവരും വരും ദിവസങ്ങളിൽ തിരുവനന്തപുരം, ആറ്റിങ്ങൽ മണ്ഡലങ്ങളിലെ LDF പ്രചാരണ യോഗങ്ങളിൽ പങ്കെടുക്കും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി. സംസ്ഥാനത്ത് ലോക്സഭാ തെരഞ്ഞെടുപ്പിൽ 85 വയസ്സ് പിന്നിട്ട മുതിർന്ന വോട്ടർമാർക്കും ഭിന്നശേഷി വിഭാഗത്തിൽപ്പെട്ടവർക്കും വീട്ടിലെത്തി വോട്ട് രേഖപ്പെടുത്തുന്ന നടപടി നാളെ ആരംഭിക്കും. അസന്നിഹിത വോട്ടർ വിഭാഗത്തിൽപ്പെടുത്തിയാണ് ഇവർക്ക് വീട്ടിൽ തന്നെ വോട്ട് ചെയ്യുന്നതിനുള്ള സൌകര്യം ഒരുക്കിയിരിക്കുന്നത്. കണ്ണൂർ നിയമസഭാ മണ്ഡലത്തിലെ വീട്ടിലെത്തി വോട്ട് ചെയ്യിപ്പിക്കുന്ന പ്രവർത്തനത്തിന്റെ വിശദാംശങ്ങളുമായി ആകാശവാണി കണ്ണൂർ ജില്ലാ പ്രതിനിധി KO ശശിധരൻ. കണ്ണൂർ പാർലമെന്റ് മണ്ഡലത്തിൽ 10,960 പേരാണ് 85 വയസ്സിന് മുകളിലുള്ളവർ, ഭിന്നശേഷിക്കാർ എന്നീ വിഭാഗങ്ങളിലുള്ളതായി കണ്ടെത്തിയിട്ടുള്ളത്. ഡ്യൂട്ടി നിർവഹണത്തിനായി ആകെ 149 ടീമുകളെയാണ് നിയോഗിച്ചിട്ടുള്ളത്. നാളെ രാവിലെ അതത് നിയമസഭാ മണ്ഡലത്തിലെ വിതരണ കേന്ദ്രത്തിൽ നിന്ന് പോസ്റ്റൽ ബാലറ്റുകൾ വിതരണം ചെയ്യും. തുടർന്ന് ഈ ടീം അർഹരായവരുടെ വീടുകൾ സന്ദർശിച്ച് വോട്ട് ചെയ്യിക്കും. വോട്ട് ചെയ്യിപ്പിച്ചതിന് ശേഷം അന്ന് വൈകിട്ട് തന്നെ പോസ്റ്റൽ ബാലറ്റുകൾ ഉപവരണാധികാരിക്ക് കൈമാറുകയും സ്ട്രോങ് റൂമിലേക്ക് മാറ്റുകയും ചെയ്യും. ആദ്യ ദിവസം വോട്ടർ വീട്ടിലില്ലെങ്കിൽ മറ്റൊരു ദിവസം ആ വോട്ടറുടെ വീട്ടിൽ വരികയും വോട്ട് ചെയ്യുന്നതിനുള്ള സൌകര്യം ഒരുക്കുകയും ചെയ്യും. രണ്ടാമത്തെ സന്ദർശന വേളയിലും വോട്ടർ വീട്ടിലില്ലെങ്കിൽ പിന്നെ ഒരു അവസരം നൽകുന്നതല്ല. കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി വാശിയേറിയ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. 3 മുന്നണികളും പ്രചാരണത്തിൽ ഒപ്പത്തിനൊപ്പമാണ്.
അകം പൊള്ളിക്കുന്ന രാഷ്ട്രീയ ചൂടിനൊപ്പം പുറം പൊള്ളിക്കുന്ന മേടച്ചൂടും സഹിച്ചാണ് സ്ഥാനാർത്ഥികളും പ്രവർത്തകരും രംഗത്തുള്ളത്. വിശദാംശങ്ങളുമായി ആകാശവാണി കാസർഗോഡ് ജില്ലാ പ്രതിനിധി പി ജഗന്നിവാസൻ. സപ്തഭാഷാ സംഗമഭൂമിയായ കാസർഗോഡ് ലോക്സഭാ മണ്ഡലത്തിൽ ഇക്കുറി വാശിയേറിയ ത്രികോണ മത്സരമാണ് നടക്കുന്നത്. സിറ്റിംഗ് എം പി UDF-ലെ രാജ്മോഹൻ ഉണ്ണിത്താൻ മണ്ഡലത്തിലെ എല്ലാ മേഖലയിലും പലവട്ടം പര്യടനം നടത്തിക്കഴിഞ്ഞു. 35 വർഷം തങ്ങളുടെ കയ്യിലുണ്ടായിരുന്ന മണ്ഡലം തിരിച്ചുപിടിക്കാൻ സർവ്വസന്നാഹവുമായി LDF-ലെ MV ബാലകൃഷ്ണനും തെരഞ്ഞെടുപ്പ് ഗോതയിൽ സജീവമാണ്. മഞ്ചേശ്വരം ബ്ലോക്ക് പഞ്ചായത്ത് മെമ്പറായ NDA സ്ഥാനാർത്ഥി ML അശ്വിനി റോഡ് ഷോ അടക്കം മണ്ഡലത്തിലെ നിരവധി മേഖലകളിൽ പ്രചരണം നടത്തിക്കഴിഞ്ഞു. വിജയിക്കുമെന്ന പൂർണ്ണ ആത്മവിശ്വാസത്തിലാണ് 3 സ്ഥാനാർത്ഥികളും. ഇന്ത്യൻ ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറുടെ 134ാം ജന്മവാർഷികത്തിൽ സ്മരണാഞ്ജലി അർപ്പിച്ച് രാജ്യം. അദ്ദേഹത്തിന്റെ അന്ത്യവിശ്രമ സ്ഥലമായ ചൈത്യഭൂമിയിലും ബുദ്ധമതം സ്വീകരിച്ച നാഗ്പൂരിലെ ദീക്ഷഭൂമിയിലും വിവിധ ആഘോഷങ്ങൾ സംഘടിപ്പിച്ചിട്ടുണ്ട്. രാഷ്ട്രപതി ദ്രൌപദി മുർമുവും ഉപരാഷ്ട്രപതി ജഗദീപ് ധൻഖർ, പ്രധാനമന്ത്രി നരേന്ദ്രമോദി എന്നിവരും അംബേദ്കർ ജയന്തി ദിനത്തിൽ ജനങ്ങൾക്ക് ആശംസകൾ നേർന്നു. ആകാശവാണി തിരുവനന്തപുരം നിലയത്തിൽ അംബേദ്കർ ജയന്തി ആഘോഷം നടന്നു. ആകാശവാണി തിരുവനന്തപുരം നിലയം മേധാവി KS സുബ്രഹ്മണ്യം അയ്യർ, പ്രോഗ്രാം എക്സിക്യൂട്ടീവ് ശ്രീകുമാർ മുഖത്തല തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. ചടങ്ങിനോടനുബന്ധിച്ച് ആകാശവാണി തിരുവനന്തപുരം നിലയത്തിലെ ജീവനക്കാർ അംബേദ്കറുടെ ഛായാചിത്രത്തിൽ പുഷ്പാർച്ചന നടത്തി. പ്രാദേശിക വാർത്തകളാണ് ഈ കേൾക്കുന്നത്. ഐശ്വര്യത്തിന്റെയും സമ്പൽ സമൃദ്ധിയുടെയും മറ്റൊരു വിഷുദിനം കൂടി. കാർഷിക സമൃദ്ധിയുടെ ഓർമ്മ പുതുക്കിയാണ് മലയാളികൾ ഇന്ന് വിഷു ആഘോഷിക്കുന്നത്. വിഷുക്കണി കണ്ടുണർന്നും വിഷുക്കൈനീട്ടം നൽകിയും നാടെങ്ങും ആഘോഷ ലഹരിയിലാണ്. പുത്തൻ വസ്ത്രങ്ങളണിഞ്ഞ് വിഭവസമൃദ്ധമായ സദ്യ ഒരുക്കി ആഘോഷങ്ങൾ കെങ്കേമമാക്കുകയാണ് ലോകമെമ്പാടുമുള്ള മലയാളികൾ. പ്രതിസന്ധിയുടെ നാളുകൾ പിന്നിട്ട് സമ്പൽ സമൃദ്ധിയുടെ നല്ല നാളുകളെക്കുറിച്ചുള്ള പ്രതീക്ഷകളാണ് ഓരോ വിഷുദിനവും നൽകുന്നത്. വിഷുക്കണി ദർശനത്തിന് സംസ്ഥാനത്തെ ക്ഷേത്രങ്ങളിൽ വലിയ തിരക്കാണ് അനുഭവപ്പെട്ടത്. ഗുരുവായൂർ ക്ഷേത്രത്തിൽ പുലർച്ചെ മുതൽ വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെടുന്നത്. വിഷുപ്പുലരിയിൽ ശബരിമലയിലും വൻ ഭക്തജന തിരക്കാണ് അനുഭവപ്പെട്ടത്. ഇന്ന് പുലർച്ചെ നട തുറന്ന് ശ്രീലകത്ത് ദീപം തെളിയിച്ച് അയ്യപ്പ സ്വാമിയെ ആദ്യം കണി കാണിച്ചു. തുടർന്ന് തീർത്ഥാടകർക്കും വിഷുക്കണി ദർശനം നടന്നു. ദക്ഷിണകാശി എന്നറിയപ്പെടുന്ന വയനാട് തിരുനെല്ലി മഹാവിഷ്ണു ക്ഷേത്രത്തിൽ ആയിരക്കണക്കിന് ഭക്തർ വിഷുക്കണി ദർശിച്ചു. കോൽക്കളി സംഘങ്ങളുടെ മുളയടി ശബ്ദം കൊണ്ട് നിറയുകയാണ് വയനാട് തിരുനെല്ലിയുടെ ഗ്രാമവഴികൾ. വിഷുവിന്റെ വരവറിയിച്ച് വീടുകളിലൂടെ എത്തുന്ന കാട്ടുനായ്ക്ക വിഭാഗത്തിലെ ചെറുകോൽക്കളി സംഘങ്ങൾ ഇന്നലെ രാത്രിയിൽ തിരുനെല്ലി ക്ഷേത്രത്തിൽ എത്തിച്ചേർന്ന് കോൽക്കളി നടത്തി. പുലർച്ചെ വിഷുക്കണിയും കണ്ടാണ് അവർ മടങ്ങിയത്. ആകാശവാണി വയനാട് ജില്ലാ പ്രതിനിധി അരുൺ വിൻസെന്റ് തയ്യാറാക്കിയ റിപ്പോർട്ട്. കണിക്കൊന്നുകൾ കൊണ്ട് ശരീരം അലങ്കരിച്ച് തലയിൽ കിരീടം ചൂടി വരുന്ന കോമാളിയാണ് സംഘത്തിലെ പ്രധാനി. കൂടെ അണിഞ്ഞൊരുങ്ങിയ പെൺവേഷവും ഉണ്ടാകും. ഊരുമൂപ്പിന്റെ പാട്ടിനൊത്ത് ചടുലമായി ചുവടുവെച്ചുള്ള കോൽക്കളി മനോഹരമായ കാഴ്ചയാണ്. കാട്ടിൽ നിന്നും മൂപ്പന്മാർ പ്രത്യേകം വെട്ടിയെടുത്ത മുളങ്കൊമ്പുകളാണ് കോൽക്കളിക്കായി ഇവർ ഉപയോഗിക്കുന്നത്. കണിക്കൊന്ന പൂക്കളുടെ അലങ്കാരത്തിന് പുറമെ കോമാളിയുടെ ശരീരം മുഴുവൻ ചായം തേച്ച് ചിത്രങ്ങൾ വരയ്ക്കും. അരയിൽ കെട്ടിയ അരമണിയുടെ കിലുക്കം ഇവരുടെ വന്യസംഗീതത്തിന് ഇമ്പം കൂട്ടും. തിരുനെല്ലിയിലെയും സമീപ പ്രദേശങ്ങളിലും വിഷുവിന്റെ വരവറിയിച്ച കോൽക്കളി സംഘം രാത്രി 12 മണിയോടെ തിരുനെല്ലി പെരുമാളിന്റെ സന്നിധിയിൽ എത്തി. വീണ്ടും സംഘർഷഭീതിയിൽ പശ്ചിമേഷ്യ. സിറിയയിലെ കോൺസുലേറ്റിന് നേരെയുണ്ടായ വ്യോമാക്രമണത്തിന് തിരിച്ചടിയായി ഇറാൻ ഇസ്രായേലിന് നേരെ ഡ്രോണുകളും മിസൈലുകളും വിക്ഷേപിച്ചു. പശ്ചിമേഷ്യയിലെ സംഭവ വികാസങ്ങളിൽ ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം ആശങ്ക പ്രകടിപ്പിച്ചു. മേഖലയിലെ സമാധാനത്തിനും സുരക്ഷയ്ക്കും ഭീഷണിയാകുന്ന പ്രവർത്തനങ്ങൾ അഭികാമ്യമല്ലെന്ന് ഇന്ത്യ അഭിപ്രായപ്പെട്ടു. സാഹചര്യം സൂക്ഷ്മമായി നിരീക്ഷിച്ചു വരികയാണെന്നും എംബസികൾ മേഖലയിലെ ഇന്ത്യൻ സമൂഹവുമായി നിരന്തരം ആശയവിനിമയം നടത്തുകയാണെന്നും മന്ത്രാലയം വ്യക്തമാക്കി. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. വൈകിട്ട് 3:30 കൊൽക്കത്ത ഈഡൻ ഗാർഡനിൽ കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നൌ സൂപ്പർ ജെയിൻസിനെ നേരിടും. രാത്രി 7:30 മുംബൈ വാങ്കഡെ സ്റ്റേഡിയത്തിൽ മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സുമായി ഏറ്റുമുട്ടും. ISL ഫുട്ബോളിൽ ഇന്ന് FC ഗോവ ചെന്നൈയിൻ FCയെ നേരിടും. രാത്രി 7:30 മത്സരം. പ്രധാന വാർത്തകൾ വീണ്ടും. ലോക്സഭാ തെരഞ്ഞെടുപ്പിന്റെ 1ാം ഘട്ട വോട്ടെടുപ്പിന് ഇനി 4 ദിനങ്ങൾ. BJP പ്രകടന പത്രിക പുറത്തിറക്കി. കോൺഗ്രസ് നേതാക്കൾ സജീവ പ്രചാരണത്തിൽ. കേരളത്തിൽ ലോക്സഭാ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായി ദേശീയ നേതാക്കൾ എത്തുന്നു. പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ന് വൈകിട്ട് കേരളത്തിലെത്തും. രാഹുൽ ഗാന്ധി നാളെ വയനാട്ടിൽ. മുഖ്യമന്ത്രിയുടെ പ്രചാരണം നാളെ തൃശൂരിൽ. സംസ്ഥാനത്തെ അസന്നിഹിത വോട്ടർമാർക്കായുള്ള വീട്ടിൽ വോട്ട് നാളെ മുതൽ. 85 വയസ്സ് പിന്നിട്ടവർക്കും ഭിന്നശേഷിക്കാർക്കും വീട്ടിൽ നിന്നും വോട്ട് ചെയ്യാം. സമൃദ്ധിയുടെ വിഷുക്കണി കണ്ട് മലയാളികൾ. ക്ഷേത്രങ്ങളിൽ വിഷുക്കണി ദർശനത്തിന് ഭക്തജന തിരക്ക്. ഭരണഘടനാ ശില്പി ഡോക്ടർ BR അംബേദ്കറിന്റെ 134ാം ജന്മവാർഷിക ദിനം ആചരിച്ച് രാജ്യം. IPL ക്രിക്കറ്റിൽ ഇന്ന് 2 മത്സരങ്ങൾ. കൊൽക്കത്ത നൈറ്റ് റൈഡേഴ്സ് ലക്നൌ സൂപ്പർ ജെയിൻസുമായും മുംബൈ ഇന്ത്യൻസ് ചെന്നൈ സൂപ്പർ കിങ്സുമായും ഏറ്റുമുട്ടും. പ്രാദേശിക വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം 12:50.